ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാൻറ്റോ ടീഷർട്ടോ എന്ത് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിവിടെ പാൻറ്റ് എടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ 6 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 6 പീസ് ഇങ്ങനെ വലിച്ചാൽ കൊടുത്തിട്ട് ചുരുട്ടി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനത്തെ ക്ലോത്താണ് എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലെ 3 പീസ് വെച്ചിട്ട് 2 ഭാഗമാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ക്രോസ് ആയിട്ടും ഒരു ഭാഗം ഇതുപോലെ റാ ഷേപ്പിലും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന മാതിരി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഫസ്റ്റത്തെ ഭാഗം നമ്മളിതുപോലെ അടിയിലൂടെയും പിന്നെ രണ്ടാമത്തെ ഭാഗം ഇതുപോലെയും പിന്നെ മൂന്നാമത്തത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മൾ 4 ഭാഗം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മൾ ഫസ്റ്റത്തെ ഹെയർ ബാൻഡിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ 2 പീസ് എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ 2 അറ്റത്തും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണത്. നിങ്ങൾക്ക് മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ആവുന്നതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ടൈറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ബാക്കി ഭാഗം ഇങ്ങനെ കത്രിക വെച്ചിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത ഭാഗം വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ബാൻഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.